ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠതുല്യം സഹോദരതുല്യം കരുതുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ, ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ, അനുജതുല്യം സ്നേഹിക്കുന്ന ബിനു അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, 3 സുപ്രധാനമായ ഒരു ദിനത്തിലാണ് താഴ്ത്തങ്ങാടി ദേവാലയത്തിൻ്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ചേലാകർമ്മത്തിൻ്റെ പെരുന്നാളാണ്. 2, ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ കാവൽ പിതാക്കന്മാരായ മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ശ്രേഷ്ഠമായ പെരുന്നാൾ ദിനമാണ്. 3, കഴിഞ്ഞ ഒരു വർഷക്കാലം കരുണയോടെ കാത്ത് പരിപാലിച്ചു, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങൾ നമ്മളെ വിടുവിച്ചു, നേരിടാമാവുന്ന എല്ലാ സങ്കടങ്ങളെയും ദൂരീകരിച്ച് പുതിയ ഒരു വർഷത്തിൻ്റെ പടി ചവിട്ടുവാൻ്റെ കോണം കരുണ ചെയ്തതായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പരിശുദ്ധമാകുന്ന ബലിപീഠത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കോണം ഒരുങ്ങുന്നതായ കാലയളവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനം വളരെ ശ്രേഷ്ഠമാണ്. കർത്താവായ യേശു മിശിഹായുടെ ചേലാകർമ്മ പെരുന്നാളിൽ 8-ാം ദിവസം പ്രായമുള്ളപ്പോൾ തന്നെ, ആ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗം നൽകിയതായ പേര് ആ കുഞ്ഞിന് നൽകുകയാണ്. ജോസഫിനോടും കന്യാമറിയമിനോടും അറിയിച്ച പ്രകാരം ആ കുഞ്ഞിന് പേര് വിളിക്കപ്പെടേണ്ടുന്നത് യേശുവ എന്നുള്ള പേരാണ്. നമ്മൾ മലയാളത്തിൽ യേശു എന്ന് വിളിക്കുമ്പോൾ ഹീബ്രുവിൽ യേശുവ എന്നുള്ള പേരിനർത്ഥം രക്ഷകനാവുന്ന ദൈവം എന്നുള്ളതാണ്. ആ ഒരു രക്ഷകനെ പ്രതിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു അന്ധകാരത്തിലും ഇരുളിലും കഴിഞ്ഞിരുന്ന ജനത പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതായ ജനതയ്ക്ക് ആശ്വാസമെന്ന നിലയിലാണ് ഈ പൈതൽ വളരുന്നത്. ആ പൈതലിന് അതുകൊണ്ട് സ്വർഗത്തിൻ്റെ നാമം നൽകി യേശുവ മശിഹ. യേശുവ എന്നുള്ള സ്വർഗത്തിലെ പേരവന് നൽകി. മശിഹ എന്ന് അയക്കപ്പെട്ടവൻ, ആ ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്നവൻ, ദൈവികമായ അനുഗ്രഹങ്ങൾ നൽകുന്നവനാവുന്ന ദൈവം. ആ കുഞ്ഞിന് ഇന്ന് നാമകരണം നടത്തുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളും എങ്ങനെയായിരിക്കണമെന്ന ഒരോർമ്മ ഈ നാമകരണ പെരുന്നാളിൽ നമുക്ക് തരികയാണ്. നാം ഓരോരുത്തർക്കും ശിശുവായിരിക്കുമ്പോൾ തന്ന ഒരു പേരുണ്ട് മാമോദീസായ്ക്ക്. ആ പേരുകളാണ് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുതുവാൻ കോണം കൊടുക്കുന്ന പേരുകളും. ബാക്കി നമ്മൾ വിളിക്കുന്ന പേരുകളൊന്നുമല്ല ദേവാലയത്തിൽ ബലിപീഠത്തിൽ പേരെഴുതി കൊടുക്കുന്നത്. ജീവന്റെ പുസ്തകത്തിൽ മാമോദീസ സമയത്ത് എഴുതുന്ന അതേ പേരാണ് യാഗപീഠത്തിൽ കുഞ്ഞിന് പേരെഴുതുവാൻ കോണം നൽകുന്നത്. ആ പേരിനൊരർത്ഥമുണ്ട്. പുണ്യപിതാക്കന്മാരുടെ ശുദ്ധിമതികളുടെ പേരുകളാണ് അവർക്ക് നൽകുന്നത്. ആ പേരിൻ്റെ അർത്ഥത്തിനൊത്തവണ്ണം അവർക്ക് ജീവിക്കുവാൻ കോണം ഇടയാവണം. യേശുവ യെരൂശലേം ദേവാലയത്തിലെ പ്രവേശിച്ചപ്പോൾ ജനമെല്ലാം ഒരു കാര്യം ബോധ്യമായി, ഇവൻ യേശുവ എന്ന പേരിന് അതേ അർത്ഥം വഹിക്കുന്ന ജീവിതം ഉള്ളവൻ തന്നെയാകുന്നു. ക്രൈസ്തവരായ നമ്മളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം അതുതന്നെയായിരുന്നു. പേരിൻ്റെ നാമം വഹിക്കുന്നതായ ആ വ്യക്തി ശ്രേഷ്ഠമായ ആ വ്യക്തിത്വത്തിൻ്റെ, ആരുടെ പേര് വഹിക്കുന്നു ആ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയുള്ളവരാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്,
യു ആർ ദ സാൾട്ട് ഓഫ് ദിസ് എർത്ത്, നീ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയും. അങ്ങനെ ജീവിച്ച രണ്ട് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ, അവർ ദൈവത്തോട് വലിയ അടുപ്പം തോന്നി, സന്യസ്ത ജീവിതത്തെ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവസന്നിധിയിൽ വളർന്നു വന്ന രണ്ട് ചെറുപ്പക്കാർ. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മക്കളെയൊക്കെ കാനഡയ്ക്ക് നമ്മളൊക്കെ അയക്കുന്നുണ്ട്. ഉന്നതമായ വിദ്യാഭ്യാസം എവിടെയാണോ അവിടെയെല്ലാം നമ്മൾ കൊടുക്കാൻ തക്കോണം താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ഇത്രമേൽ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം ലഭിച്ചതായ വ്യക്തിത്വങ്ങളാണ് രണ്ട് ചെറുപ്പക്കാർ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം വ്യക്തമായി, അത്യുന്നതനാവുന്ന ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ. കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് ക്രിസ്തുവാകുന്നു ലോകത്തിന്റെ രക്ഷകൻ. വഴി നടത്തുന്ന പാറക്കലിത്ത റൂഹായാവുന്നു, അവൻ ദൈവമാകുന്നു എന്നുള്ള ബോധ്യം. അതുകൊണ്ട് തന്നെ നിഖ്യാ സുന്നഹദോസിൽ വളരെ ശക്തമായിട്ട് തൃത്വ ദൈവത്തിലുള്ളതായ വേദവിപരീതമുണ്ടായപ്പോൾ അതിനെ ശക്തമായി ഖണ്ഡിച്ചിട്ട് യഥാർത്ഥമായ ദൈവം തൃത്വ ദൈവമാകുന്നു. പിതാവിനെ കൂടാതെ പുത്രനില്ല, പുത്രനെ കൂടാതെ പരിശുദ്ധാത്മാവില്ല, മൂന്ന് പേരുടെ മൂസിയ ഒന്നാകുന്നു എന്ന് പറഞ്ഞ് സത്യവിശ്വാസത്തെ ഉറപ്പിച്ച പിതാക്കന്മാരാണ് താഴ്ത്തങ്ങാടി പള്ളിയുടെ കാവൽ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരല്ല താഴ്ത്തങ്ങാടി പള്ളിയിലെ അംഗങ്ങൾ. ഇത്രമേൽ വിദ്യാഭ്യാസമുള്ള, ഇത്രമേൽ ജ്ഞാനമുള്ള, ഇത്രമേൽ പാണ്ഡിത്യമുള്ള, ഇത്രമേൽ ദൈവഭക്തിയുള്ള പിതാക്കന്മാർ, ആ പിതാക്കന്മാരുടെ മക്കളാണ് താഴ്ത്തങ്ങാടിയിലെ മക്കളെന്ന് പറയുമ്പോൾ എത്രയോ ശ്രേഷ്ഠമാണ്, ധന്യമാണ് നിങ്ങളുടെ ജീവിതം. ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് ഈ പരിശുദ്ധമാകുന്ന ദേവാലയം പരിലസിക്കുമ്പോൾ ഈ ഇടവകയുടെ മക്കൾ ഏറെ ധന്യമുള്ളവരാണ്. അത്രയും പുണ്യപിതാക്കന്മാർ സത്യവിശ്വാസത്തിൽ ജീവിച്ച വളർന്ന പിതാക്കന്മാരാണ്. ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവ എന്നുള്ള പേര് പോലെ തന്നെ മാമോദീസായിൽ കൂടെ ലഭിച്ചതായ പേരിൻ്റെ ദിവ്യമായ ചൈതന്യത്തെ നമ്മൾ ഓർക്കണം. ഈ പുണ്യപിതാക്കന്മാർ നാമത്തിന് കളങ്കം വരാത്ത വിധത്തിൽ അവരുടെ യശസ് ഉയർത്തിപ്പിടിക്കത്തക്ക വിധത്തിലുള്ള ജീവിതചര്യ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണം. മാത്രമല്ല, ഈ പുണ്യപിതാക്കന്മാർക്ക് ഒരു കാര്യം ബോധ്യമായി, കർത്താവായ യേശു ദൈവം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കർത്താവ് തോമസിനോട് പറയുന്ന ഒരു കാര്യമാണിത്, ഫെറേറ്റോൻ ദാഗ്ഥുലോൻ. രണ്ട് കാര്യം തോമസിനോട് പറയുകയാണ്. ഒന്നാമത് പറയുന്നത് ഇതാണ്, ഫെറേറ്റോൻ ദാഗ്ഥുലോൻ. രണ്ടാമത് പറയുകയാണ്, ഫെറേറ്റോൻ കീറ. ദാഗ്ഥുലോൻ എന്നുള്ള ഗ്രീക്ക് വാക്കിനർത്ഥം ഫിംഗർ എന്നുള്ളതാണ്. തോമസിനോട് പറഞ്ഞതായ രണ്ടാമത്തെ കാര്യം കെയ്റ എന്ന് പറയുന്നത് കരമാണ്. രണ്ടു കാര്യം തോമസിനോട് പറയുകയാണ്, തോമസേ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക. ഇത് തോമസ് ലിഹാട് മാത്രം പറയുന്ന കാര്യമല്ല. താഴ്ത്തങ്ങാടി പള്ളിയിലെ ചിന്നമ്മയോടും ചാക്കോടും യോഹന്നാനോടും എല്ലാവരോടും പുതുവർഷത്തിൽ ക്രിസ്തു പറയുന്ന വാക്കാണിത്. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക. എന്തിനാണ് വിരൽ ഇവിടെ കൊണ്ടുവരിക, കൈ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞത്? ഹീബ്രുവിൽ ഒരേപോലെ തോന്നിക്കുന്ന രണ്ട് വാക്കുകളാണ് യദ, യാദ്. യദ എന്നുള്ള ഹീബ്രു വാക്കിന് അർത്ഥം ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. യാദ് എന്നുള്ള ഹീബ്രു വാക്കിന് അർത്ഥം ദ മൈറ്റി ഹാൻഡ് ഓഫ് യാഹ്വേ. ടു അണ്ടർസ്റ്റാൻഡ് ദ മൈറ്റി ഹാൻഡ് ഓഫ് യാഹ്വേ. ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന കരത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് തോമസിനോട് കർത്താവ് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ക്രിസ്തു ക്ഷണിക്കുന്നത്. പുതുവർഷത്തിൻ്റെ ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ
താഴ്ത്തങ്ങാടി പള്ളിയിലുള്ളതായ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോടും യൗവനക്കാരോടും വാർദ്ധക്യത്തിലായിരിക്കുന്നവരോടും കർത്താവ് ക്ഷണിച്ചിട്ട് പറയുകയാണ്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക. ഈ കുഞ്ഞുങ്ങളോട് എന്താണ് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുവാൻ വേണം പറയുന്നത്? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നതായ സമയത്ത് ഒരു കൊച്ച് ആരെയും അനുസരിക്കത്തില്ല, അധ്യാപകരെ ഒട്ടുമയില്ല. പക്ഷെ പഠിക്കാൻ വലിയ മിടുക്കിയാണ്. ആ പഠിക്കാൻ മിടുക്കിയായതുകൊണ്ടുള്ളതായ അതിൻ്റെതായ ഒരു അഹങ്കാരം ആ കൊച്ചിനുണ്ട്. അപ്പം സാറുമാരും ടീച്ചേഴ്സും എല്ലാം വന്നിട്ട് വളരെ ബുദ്ധിമുട്ട് പറയും, അച്ഛാ ഇങ്ങനെയാണ്, ഞങ്ങൾ പറയുന്ന ഒന്നുമേ കൊച്ച് അനുസരിക്കുന്ന ഒരു മനോഭാവമില്ല. അവസാനം ക്ലാസ്സിൽ വിളിപ്പിച്ച ഈ കുട്ടിയെ സാറുമാർ കൊണ്ട് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞേ, ഏറ്റവും ഉപരിയായിട്ട് ജ്ഞാനത്തെക്കാൾ നിനക്ക് വേണ്ടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ നിനക്കില്ലാകുന്നു എന്ന് വരികിൽ, ദൈവത്തിൻ്റെ കരം നിന്റെ കൈപ്പേനായോട് ചേർന്ന് വരുന്നില്ല എങ്കിൽ നിനക്കൊരു കാര്യം പോലും പേപ്പറിൽ എഴുതുവാൻ കഴിയില്ലെന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും ഉയർന്ന മാർക്കോടെ പാസ്സാവെന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഒഴികെ ആ സ്കൂളിലുള്ള ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും വിജയിച്ചു. ഈ പെൺകുട്ടിയുടെ പരീക്ഷയുടെ ദിവസം രാവിലെ ഇവൾ ക്ലാസ്സിലേക്ക് ചെല്ലുന്നപ്പോൾ പോകുന്ന സമയം മുതൽ തലവേദന, തലകറക്കം, അസ്വസ്ഥത, ലൂസ് മോഷൻ പോലെ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. പരീക്ഷ എഴുതുവാൻ ഇതൊക്കെ നിവൃത്തിയില്ലാതെ സ്കൂളിൻ്റെ ഗേറ്റിൽ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായി ഗതികേട്. പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു കാര്യം മറക്കരുത്, അത്യുന്നതനാകുന്ന ദൈവത്തമ്പുരാന്റെ കരം, ആ കരത്തെ നീ കാണുക എന്ന് ക്രിസ്തു നിന്നോട് പറയുന്നത് എന്താണ്? നിനക്ക് തരുന്ന ബുദ്ധി, നിനക്ക് തരുന്ന ജ്ഞാനം, നിനക്ക് തന്ന മക്കൾ, നിനക്ക് തന്ന ജോലി, നിനക്ക് തരുന്നതായ ആരോഗ്യം, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തോമസ് ലീഹയോട് കർത്താവ് പറയുകയാണ്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈ ഇവിടെ കാണുക. സൃഷ്ടി നടത്തുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ആ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് കപ്പദോക്യൻ പിതാക്കന്മാരായ ബസേലിയോസും അഗ്രിഗോറിയോസും വിചാരിച്ചു. അങ്ങനെ പുണ്യപ്പെട്ടതായ ജീവൻ നയിച്ച പുണ്യപിതാക്കന്മാരുടെ പെരുന്നാളോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കൊണ്ടങ്ങ് പോവുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മട്ടാഞ്ചേരിയിലേക്ക് എനിക്ക് തിരിച്ചു ചെല്ലുവാൻ കൊണം കഴിഞ്ഞില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കൊച്ചിയിൽ ടൂറിസ്റ്റുകൾ മാത്രമല്ല, ന്യൂ ഇയർ ആഘോഷിക്കാൻ കൊണം എല്ലാവരും കടന്നു വരുമ്പോഴത്തേക്ക് പാലം അടച്ചു കളയും, പിന്നെ ആർക്കും കൂടെ കയറാൻ പറ്റുന്നില്ല. മുഴുവൻ ചെറുപ്പക്കാരും ചെറുപ്പക്കാരത്തികളും എല്ലാവരും ആഘോഷത്തിമർത്തിപ്പിലാണ്. അതിൻ്റെ തലേ ദിവസം സെമിനാരിയിൽ നിന്ന് ബേബി വർഗീസിനും ഷാജി പി ജോണച്ചനും വന്നു. അവിടെ അനേകം ആളുകളും ഫോറിനേഴ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്മാരെന്നോട് പറഞ്ഞു, അച്ഛാ അവരെ ഒന്ന് അച്ഛൻ നോക്കിക്കോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ നോക്കുവാൻ കൊണ്ടു ചെല്ലുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊണ്ടുവന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ ഇവർ വന്ന് ഇറങ്ങിയപ്പോൾ ഇവർ 2 ഫ്രണ്ട്സുമുണ്ട്. ഈ പയ്യനും ചോദിച്ചത് ഇവിടെ അടുത്തെങ്ങാനും ഓർത്തഡോക്സ് പള്ളിയുണ്ടോ എന്നാണ്. ഞാൻ ഉടനെ അവനെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. മറ്റവർ 2 പേരും അവിടെ സ്ഥലമൊക്കെ കാണുവാൻ ഇറങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ വന്ന് കൂനം കുരിശിൻ്റെ മുമ്പിൽ വന്നിട്ട് അവൻ അകത്തോട്ട് കയറുമ്പോൾ അവൻ്റെ നെഞ്ചിൽ കിടക്കുന്നതായ കുരിശെന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഫാദർ, ഐ എം ഓൾസോ ആൻ അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച് മെമ്പർ. അർമേനിയൻ സഭയുടെ ഒരു ഓർത്തഡോക്സുകാരനാണെന്ന് ഈ ചെറുപ്പക്കാരൻ കുരിശ് കാട്ടിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി എന്നോട് പറയുമ്പോൾ അവൻ ആ ഹോളി റിലിക്കിലെല്ലാം തൊട്ട് വന്നിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് അവൻ്റെ ഫെയ്ത്തിനെ കുറിച്ച് അവൻ പറയുകയാണ്. കഠിനമായ പേഴ്സിക്യൂഷൻ കൂടെ കടന്നുപോയ അവൻ്റെ തലമുറകളെ കുറിച്ച് അവൻ പറയുകയാണ്. അവിടെയെല്ലാം അടിയുറച്ച് വിശ്വസിക്കുവാൻ കൊണ്ടും തൃത്വദൈവത്തിലുള്ള വിശ്വാസമാണ് അവനെ വളർത്തുന്നതെന്ന് അവൻ പറയുകയാണ്. അവൻ ആ കുരിശ് ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്, ഐ ആം ഓൾസോ എ സ്ട്രോങ് ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു മിശിഹായിൽ സ്ട്രോങ് ബിലീവർ ആണെന്ന് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, താഴത്തങ്ങാടി പള്ളിയിൽ ഒരു കഠിനമായ പീഡനം വന്നാൽ എപ്പോൾ നമ്മുടെ മക്കൾ കർത്താവിനെയും
പിതാക്കന്മാരെ ഉപേക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം നമസ്കാരത്തിന് പ്രഭാതത്തിലേ വരുന്ന ഒരു പിതാവിനെ കാണാം. ആ പിതാവിൻ്റെ മക്കൾ ക്രിസ്തു ഒഴികെ ഒരു നന്മയുമില്ലെന്ന് പറയുന്നവരാണ്. കുർബാനയിൽ ഭക്തിയോടെ സംബന്ധിക്കുന്ന പിതാവ് ക്രിസ്തു ഒഴികെ ഒരു നന്മയുമില്ലെന്ന് പറയുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് മടി കാണിക്കാത്ത ഒരു പുരോഹിതൻ ക്രിസ്തു ഒഴികെ നന്മയുമില്ലെന്ന് പറയുന്നവനാണ്. അടിയുറച്ച വിശ്വാസം കാണുമ്പോൾ ഈ അർമേനിയൻ ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കന്മാർ പീഡനകാലങ്ങളിൽ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചത് കണ്ടവനാണവൻ, അനുഭവിച്ചവനാണവൻ, അറിഞ്ഞവനാണവൻ. അതുകൊണ്ട് അവൻ്റെ ഫെയ്ത്ത് തൃത്വദൈവത്തിലുള്ളതായ വിശ്വാസമാണ്. അതേ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ മാത്രമേ പ്രിയ മാതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കളിലും ആ വിശ്വാസം കാണുവാൻ കൊണ്ട് കഴിയുകയുള്ളൂ. ഈ പുതുവർഷത്തിലെ പ്രവേശിക്കുമ്പോൾ യേശുവാ എന്ന് യേശുമ്പരാൻ നൽകിയ പേരിനൊത്തവണ്ണം ജീവിച്ച പ്രകാരം, ബസേലിയോസും ഗ്രിഗോറിയോസും ആ പേരിനൊത്തവണ്ണം ജീവിച്ച പ്രകാരം, ആ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിലുള്ള നമ്മളും നമ്മുടെ തലമുറകളും അപ്രകാരം ജീവിപ്പാൻ കൊണ്ട് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാളിൽ ഒരു ക്ഷമാപണം ദൈവത്തോട് നടത്താം. തമ്പുരാനെ, വേണ്ടും വണ്ണം ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കുറെ കൂടെ മെച്ചമായി ജീവിക്കുവാൻ കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ഈ പുതുവർഷത്തിലേക്ക് ക്രിസ്തുവിൻ്റെ വിരലിനെ തൊട്ട്, അവൻ്റെ തിരുമുറിവിനെ തൊട്ട്, എൻ്റെ ദൈവമാണ് എന്നെ വഴി നടത്തുന്നത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, എൻ്റെ വാർദ്ധക്യം പോലും അനുഗ്രഹകരമാക്കി തീർക്കുന്നത് എൻ്റെ ദൈവമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ പുതുവർഷത്തിൽ നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കുമാറാകട്ടെ.